നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. തമിഴ്നാട്ടിൽ വസിക്കുന്ന സ്വാഭിമാനി ഹിന്ദുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വ്യാസമഹാഭാരതം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ആധ്യാത്മിക സാഹിത്യമാണ്. അതിലാണ് ഭഗവത്ഗീത പോലും അടങ്ങിയിരിക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു കൃതി കൂടിയാണ് വ്യാസമഹാഭാരതം. ഈ ഗ്രന്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അന്നും ഇന്നും എന്നും പ്രസക്തമായ ഒരു ഉപദേശം. അതാണ് എനിക്കിവിടെ ആദ്യം പറയാനുള്ളത്. ഈ ശ്ലോകം ഉണ്ടായ സന്ദർഭം ഇതാണ്. എല്ലാ കഷ്ടതകളും ത്യാഗങ്ങളും വേദനകളെല്ലാം അനുഭവിച്ചതിന് ശേഷം തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്കായി, ധർമ്മത്തിനു വേണ്ടി ധർമ്മപുത്രർ യുദ്ധം നയിക്കുന്നു. മഹാഭാരത യുദ്ധം. ഇതെല്ലാം കഴിഞ്ഞ് വിജയം ലഭിക്കുന്നു. എന്നാൽ ആ വിജയം ആഘോഷിക്കുന്നതിന് മുമ്പായിട്ട് ധർമ്മപുത്രരുടെ അടക്കം പാണ്ഡവരുടെ എല്ലാ മക്കളെയും കൂട്ടക്കൊല ചെയ്യുന്നു അശ്വത്ഥാമാവ്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ബാലന്മാരടക്കമുള്ളവരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അശ്വത്ഥാമാവും കൂട്ടരും വന്ന് രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ ഇവരെല്ലാം നിഷ്ഠൂരമായി വധിക്കുന്നു. നാളെ ഭരണാധികാരികളാകേണ്ടവർ പോലും കൊല്ലപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ധർമ്മപുത്രർ പറയുന്ന ചില വാക്കുകളുണ്ട്. അതേ പറയുകയാണ്, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ സമൂഹത്തെ, രാഷ്ട്രത്തെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്ന് ഞാൻ ഇന്ന് വ്യക്തമായി പഠിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് എൻ്റെ അനുഭവത്തിലൂടെ വളരെ വ്യക്തമായി അത് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയെയും സമാജത്തെയും ബാധിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം, എല്ലാ അപകടങ്ങളെയും വിളിച്ചു വരുത്തുന്ന ആ മൂല കാരണം പ്രമാദം ആണ് എന്നാണ്. പ്രമാദം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പ്രമാദം എന്ന വാക്കിന് അജ്ഞത, വിവേകരാഹിത്യം, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ചിന്തിക്കാതിരിക്കുക, നമ്മളെപ്പോഴും സുരക്ഷിതമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുക, ആരും നമ്മളൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുക, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഭ്രമലോകത്തെയാണ്
പ്രമാദം എന്ന ഒറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പല പ്രാവശ്യം ധർമ്മപുത്രർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടും ഏതോ ഒരു സ്വപ്നലോകത്ത്, ഭ്രമലോകത്ത് തന്നെ ജീവിച്ചു പോകുന്നു. അന്ന് യുദ്ധമെല്ലാം വിജയിച്ച ഈ മുഹൂർത്തത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെല്ലാം നിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യേണ്ടി വന്ന ആ സാഹചര്യത്തിൽ അത് നമ്മളോട് പറയുകയാണ്, ലോകത്തോട് പറയുകയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠമുണ്ട്. പ്രമാദമാണ് ഏറ്റവും വലിയ വ്യാധി. ഈ പ്രമാദമുള്ള വ്യക്തിയെ, പ്രമാദമുള്ള സമൂഹത്തെ, പ്രമാദമുള്ള രാഷ്ട്രത്തെ, പ്രമാദം പിടിപെട്ട ലോകത്തെ എല്ലാവിധ ദുരിതങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഈ പ്രമാദത്തിനൊരു ചികിത്സ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ രോഗത്തിൻ്റെ ചികിത്സ, പ്രമാദം ബാധിച്ചാൽ ഒന്നിനു പുറകെ ഒന്നായി മറ്റു രോഗങ്ങൾ കൂടി വരും. എയ്ഡ്സ് പോലെയാണ്. എയ്ഡ്സ് വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധ ശക്തി നശിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ജലദോഷം മുതൽ മഹാരോഗങ്ങൾ വരെ ഒന്നിനു പുറകെ ഒന്നായി വരും. കാരണം പ്രതിരോധ ശക്തിയില്ല. നമുക്ക് ഇന്ന് വേണ്ടത് പ്രമാദ ചികിത്സയാണ്. നമ്മൾ ഇതുപോലെ തന്നെയുള്ളൊരവസ്ഥയിലാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നമുക്കെതിരായി ഉള്ള ആസൂത്രണങ്ങൾ, പദ്ധതികൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വംശം, നമ്മുടെ സംസ്കൃതി, ധർമ്മം നിലനിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉയർത്തുന്ന ചില ശക്തികൾ വളരെ സജീവമായി സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നു. നമ്മളത് അറിയുന്നില്ല. നമ്മളുടെ സ്ഥലം ആരെങ്കിലും കയ്യേറിയാൽ നമ്മൾ അറിയും. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ നമ്മൾ മനസ്സിലാക്കും. സാമ്പത്തിക ബജറ്റുകൾ താളം തെറ്റിയാൽ നമ്മൾ ബോധ്യപ്പെടും. പക്ഷേ നമ്മളെയും നമ്മുടെ തലമുറയെയും സംസ്കൃതി, ധർമ്മം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തികൾ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമാദം. ഈ പ്രമാദ ചികിത്സയ്ക്ക് കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം. എനിക്ക് ആദ്യമായി ഇതാണ് പറയാനുള്ളത്. പ്രമാദം മാറണമെങ്കിൽ നമ്മളെക്കുറിച്ചറിയണം, നമ്മളെ എതിരായി ബാധിക്കുന്ന ശക്തികളെക്കുറിച്ചും തിരിച്ചറിയണം. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ വന്നു പോയത് കൊണ്ട് അബദ്ധത്തിലായി എന്ന് വിചാരിക്കരുത്. ശ്രീരാമൻ്റെ കാലഘട്ടത്തിലെ ധർമ്മവിരുദ്ധ ശക്തികൾ ഏതൊക്കെയായിരുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും അല്ലേ? ആരായിരുന്നു? ആർക്ക് പറയാം? ശ്രീരാമൻ്റെ കാലഘട്ടത്തിലെ ധർമ്മവിരുദ്ധ ശക്തികൾ ഏതൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ? അതെ, രാവണൻ, കുംഭകർണൻ, ധാരാളം രാക്ഷസന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നന്നായി അറിയാം. ശ്രീകൃഷ്ണൻ്റെ ജീവിത കാലഘട്ടത്തിലെ ധർമ്മവിരുദ്ധ ശക്തികൾ ഏതൊക്കെയായിരുന്നു ചോദിച്ചാൽ പറയാൻ കഴിയുമല്ലോ. ഈ വിഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഈ വിഭാഗത്തിൽ ആരാണ് പറയാനുള്ളത്? ശ്രീകൃഷ്ണൻ്റെ ജീവിത കാലഘട്ടത്തിലെ ശത്രുക്കൾ ആരൊക്കെയാണ്? കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, നരകാസുരൻ, കൗരവന്മാർ. നല്ല മറുപടി. നമുക്ക് 10,000 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 5000 വർഷം മുമ്പുള്ള ശത്രുക്കളെ അറിയാം അല്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ ധർമ്മത്തെ, സംസ്കൃതിയെ, രാഷ്ട്രത്തെ, ജനതയെ, വിജ്ഞാനങ്ങളെ, അവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ?
അറിവുള്ളവരുണ്ട് ഇവിടെ. പക്ഷേ പൊതുജനങ്ങൾക്ക് ശരിയായ ധാരണയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആർക്ക് പറയാം ആരൊക്കെയാണ് ശത്രുക്കൾ? ഒന്ന് സെമിറ്റിക് മതങ്ങൾ, ഓക്കെ. സെക്യുലർ ഹിന്ദുക്കൾ. അടുത്തത് പൊളിറ്റിക്സ്. മുസ്ലിം ഫണ്ടമെൻ്റലിസം. അത് സെമിറ്റിക് മതങ്ങളിൽ തന്നെയുള്ള മുസ്ലിം ഫണ്ടമെൻ്റലിസം, ഓക്കെ. അടുത്തത് നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് അറിയാതെ നമുക്ക് എങ്ങനെയാണ് സമാധാനമായി ജീവിക്കാൻ കഴിയുക? ശത്രുക്കളെ അറിയണം, അവരുടെ ലക്ഷ്യം അറിയണം, മാർഗങ്ങൾ, അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗങ്ങൾ അറിയണം, അവരുടെ പ്രവർത്തന പദ്ധതി മനസ്സിലാക്കണം, അവരുടെ ആയുധങ്ങൾ, അവരുടെ സന്നാഹങ്ങൾ, സജ്ജീകരണങ്ങൾ, സ്വാധീനം, പദവികൾ, പണം, അനുയായികൾ, ഇതെല്ലാം മനസ്സിലാക്കണം. ശത്രുവിനെ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല. ഈ പാഠം പഠിക്കാത്ത തലമുറകളൊന്നും ഇപ്പോഴില്ല, ജീവിച്ചിരിപ്പില്ല, വംശങ്ങളിൽ ജീവിച്ചിരിപ്പില്ല. അമേരിക്കയിലെ പല മായൻ തലമുറയെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും. ആരെങ്കിലും ഒരാൾ മായൻകാരനുണ്ടോ ഇപ്പോൾ? ഇൻക, അമേരിക്കയിലെ വേറൊരു നാഗരികതയാണ് ഇൻക സംസ്കാരം. ഇപ്പോൾ ഉണ്ടോ? അസ്റ്റക് ഉണ്ടോ? ലോകത്തിലെ പല നാഗരികതകളെല്ലാം കടപുഴകി വീണത് ഈ പാഠം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജനതയെ തകർക്കാൻ ഉരുമ്പിടുന്ന ശത്രുക്കളാരാണ്, അവർ ആയുധങ്ങൾ എന്താണെന്ന് നന്നായി മനസ്സിലാക്കാത്തത് കൊണ്ടും അതിനെതിരെ പ്രതിരോധ കവചം തീർക്കാത്തത് കൊണ്ടുമാണ് നമ്മളെല്ലാം തകർന്നത്. എത്ര വലിയ സാമ്പത്തിക സമൃദ്ധി ഉണ്ടെങ്കിലും, ശ്രേഷ്ഠമായ സാംസ്കാരിക പൈതൃകമുണ്ടെങ്കിലും, സുരക്ഷയില്ലെങ്കിൽ, സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഉദാസീനരാണെങ്കിൽ എല്ലാം നശിച്ചു പോകും. നളന്ദ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ച് പഠിച്ചിരുന്ന കേന്ദ്രം, 3000-ഓളം അധ്യാപകന്മാരും അധ്യാപികമാരും താമസിപ്പിച്ച് പഠിപ്പിച്ചിരുന്ന കേന്ദ്രം, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന വിദ്യാഭ്യാസ തലസ്ഥാനം, കുറച്ച് നെറികെട്ട ആക്രമണകാരികൾക്ക് വന്ന് നശിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? നമ്മുടെ രാജ്യത്തിന് തന്നെ ചരിത്രം നോക്കൂ, എല്ലാം കവർന്നെടുത്തുകൊണ്ട് പോയില്ലേ? 72 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന അഖണ്ഡ ഭാരതം ഇന്ന് 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ തന്നെ നമ്മൾ സേഫ് അല്ല. ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഈ 6 തരം ശത്രുക്കളാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. 6 തരം. ഈ 6 തരം ശത്രുക്കൾക്കെതിരെ അവരുടെ ആയുധങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ച് ശരിയായ ഒരു സംരക്ഷണം ഏർപ്പെടുത്താൻ നമ്മൾ തലമുറകളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ബാക്കിയുണ്ടാവില്ല. ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിലൊക്കെ കുറച്ച് രാക്ഷസന്മാരെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. അവർ മതപരിവർത്തനം ചെയ്തിരുന്നില്ല. കംസൻ ആരെങ്കിലും മതപരിവർത്തനം ചെയ്തിട്ടുണ്ടോ? കംസനോ നരകാസുരനോ ശിശുപാലനോ കൗരവന്മാരോ ആരെങ്കിലും മതപരിവർത്തനം ചെയ്തിട്ടുണ്ടോ? ഇപ്പം അതുപോലും ചെയ്യുന്ന ശത്രുക്കളാണ് നമുക്കുള്ളത്. നമ്മുടെ കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, ചിലപ്പോൾ മാതാപിതാക്കളെ, ചിലപ്പോൾ നമ്മളെ തന്നെയും അവരുടെ പക്ഷത്തെത്തിക്കുന്ന രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത്. പണ്ട് വനത്തിൽ വെച്ച് ശ്രീരാമൻ ഭരതനോടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ശ്രീരാമൻ്റെ ഭരതനോടൊരു ഉപദേശം: നീ എല്ലാവർക്കും ക്ഷേമം അരുളുന്ന ഒരു ഭരണം കാഴ്ചവെക്കണം ഭരത. ഇതാണ് രാമരാജ്യം. ഭരതനാണ് ആദ്യം രാമരാജ്യം ഉണ്ടാക്കുന്നത്, രാമനല്ല. പക്ഷേ രാമൻ പറയുന്നൊരു കാര്യം, ജനങ്ങളെ സ്വാധീനിച്ച് തെറ്റായ ചിന്താധാരയിലേക്ക് കൊണ്ടുപോകുന്ന
ചർവാകന്മാരടക്കമുള്ളവരെ കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. എല്ലാവർക്കും ക്ഷേമം വരണം, എല്ലാവർക്കും ജീവിക്കാനും സമാധാനത്തോടെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. പക്ഷേ നമ്മുടെ സംസ്കൃതി എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തികൾ, അന്ന് ചർവാകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. ഇന്ന് ശ്രീരാമൻ വന്നാൽ എന്തായിരിക്കും പറയുക? ചർവാകന്മാരെ മാത്രം കരുതിയിരിക്കണമെന്നാണോ? ഈ 6 തരം ശത്രുക്കളെക്കുറിച്ച് കരുതിയിരിക്കണം എന്നുള്ള ജാഗ്രത നൽകും. ആർഷവിദ്യാസമാജം ചെയ്യുന്നത് ഈ 6 തരം ശത്രുക്കൾ എന്താണ്, അവരുടെ ലക്ഷ്യം, മാർഗം, പദ്ധതി, സന്നാഹങ്ങൾ, ആയുധങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് തന്നെ ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതിരോധ സംരക്ഷണ കവചം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാസമാജം. അതിൻ്റെ ഒരു പേരാണ് സുദർശനം മിഷൻ. സുദർശനം ആർഷവിദ്യാസമാജത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് സുദർശനം. എന്താണ് സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം? സുദർശനം, നല്ല ദർശനം, ശരിയായ ചിന്താരീതി, വീക്ഷണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ സുദർശനം മറ്റൊരു രീതി പ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണൻ്റെ കയ്യിലെ ആയുധം. ധർമ്മവിരുദ്ധ ശക്തികളെ തകർത്തുകൊണ്ട് സനാതന ധർമ്മ സംരക്ഷണം ഏർപ്പെടുത്തിയ ശ്രീകൃഷ്ണ മഹാരാജിൻ്റെ ആയുധം സുദർശനം. അപ്പം നമ്മൾ സുദർശനം മിഷനിലൂടെ ചെയ്യുന്നത് നല്ല ചിന്തയിലൂടെ, നല്ല ദർശനത്തിലൂടെ, ലോജിക്കിലൂടെ, തർക്കശാസ്ത്രത്തിലൂടെ ആരെയും ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ 6 തരം ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ട് സനാതന ധർമ്മ സംരക്ഷണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സുദർശനം മിഷൻ ചെയ്യുന്നത്. ഇനി 6 തരം ശത്രുക്കൾ ഏതാണ് എന്ന് ഒന്ന് പറയാം. ഒന്നാമത്തെ ശത്രു ശത്രുക്കളല്ല, നമ്മുടെ ദൗർബല്യമാണത്, നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ്. ഇന്നും ഹിന്ദുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതാർക്കാണ് പരിഹരിക്കാൻ കഴിയുക? നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ജാതി, ഉപജാതി എന്നിവയുടെ പേര് തമ്മിത്തല്ലുക, ഈശ്വരനോട്, ധർമ്മത്തോട്, ഗുരുപരമ്പരകളെക്കുറിച്ച് അറിവില്ലാതിരിക്കുക, പേര് പോലും അറിയാത്തവർ, സനാതനധർമ്മം എന്ന പേര് പോലും കേൾക്കാത്തവർ, പഠിപ്പിക്കണമെന്നുള്ള കുട്ടികളെ അതിലേക്ക് നയിക്കണമെന്നുള്ള ചിന്തയില്ലാതിരിക്കുക, ഈശ്വരനോടോ ഗുരുപരമ്പരകളോടോ ധർമ്മത്തോടോ അവതാര പുരുഷന്മാരോടോ സംസ്കൃതിയോടോ ചരിത്രത്തോടോ അല്ലെങ്കിൽ പൈതൃകത്തോടോ നീതി പുലർത്താതിരിക്കുക, കൂറും പ്രതിബദ്ധതയും ഇല്ലാതിരിക്കുക, സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് മാത്രം വിളിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് കുട്ടികൾ ഉപദേശിക്കുക. അങ്ങനെ നമുക്കിടയിൽ ഇന്ന് സജീവമായ ധാരാളം കാര്യങ്ങൾ, അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, അത്യാചാരം, സദ്ഗുണവൈകൃതം, ആശയമലിനീകരണം, ആത്മീയാജീർണം തുടങ്ങിയ കുറേയേറെ കാര്യങ്ങൾ ഉണ്ട്. മാമൂൽവാദം എന്നാണ് പറയുക. എത്ര അനുഭവം കിട്ടിയാലും പഠിക്കില്ലാത്തവർ, എത്ര അനുഭവം കിട്ടണം ഒരു ജനതയ്ക്ക് പഠിക്കാനായിട്ട്? ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അബദ്ധം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണെന്നാണ് പറയുന്നത്. നമ്മളെ എന്ത് വിളിക്കണമെന്നറിയില്ല. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുടെ കഥ. ഒരു ദിവസം ഒരു ചടങ്ങിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കവിളുകളും പൊള്ളിയിരിക്കുന്നതായി കണ്ടു. 2 കവിളുകളും പൊള്ളിയിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തു പറ്റി? താങ്കളുടെ 2 കവിളുകളും പൊള്ളിയിരിക്കുന്നല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് എൻ്റെ കുഴപ്പമല്ല, എൻ്റെ വിഡ്ഢിയായ ഭാര്യയും വിവേകമില്ലാത്ത സുഹൃത്തും കൂടി ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞു. ആരാണ്? ഇദ്ദേഹത്തിൻ്റെ വിഡ്ഢിയായ ഭാര്യയും, ഇദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, പക്ഷേ വിഡ്ഢിയായ ഭാര്യയും വിവേകമില്ലാത്ത സുഹൃത്തും കൂടി ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകവും സംശയവും വന്നു. എന്താണ് പ്രശ്നം? ഭാര്യ സുഹൃത്തും കൂടെ വല്ല പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് ബോംബെയിലാണ്, ഭാര്യ എൻ്റെ വീട്ടിലാണ്. പക്ഷെ പ്രശ്നം ഇതാണ്,
ഈ ചടങ്ങിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഷർട്ടും പാൻസൊക്കെ ഈ ഭാര്യ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തേപ്പ് പെട്ടിയിൽ. ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് വിസിൽ കേട്ടു. പണ്ടത്തെ തേപ്പ് പെട്ടിയാണ്, ഈ ചിരട്ടക്കരിയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇങ്ങനെ തേപ്പ് പെട്ടി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്ന് വിസിൽ കേട്ടത്. അടുക്കളയിൽ മിക്സിയോ എന്തെങ്കിലും പാചകത്തിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ പാവം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിക്കും വസ്ത്രത്തിന് മുകളിൽ വച്ചിട്ട് പോയെന്ന് വിചാരിക്കും. വസ്ത്രത്തിന് മുകളിൽ വച്ചില്ല, പക്ഷേ വസ്ത്രത്തിന് താഴെ മാറ്റി ഈ തേപ്പ് പെട്ടി എടുത്ത് ഇങ്ങനെ നേരെ വച്ചിട്ട് ഭാര്യ അടുക്കളയിലേക്ക് പോയി. ഭാര്യ ചെയ്തതുപോലെ തെറ്റാണോ? തെറ്റായ കാര്യമാണോ? അല്ല. അന്ന് ലാൻഡ് ഫോണുണ്ട്, ലാൻഡ് ഫോൺ, ഇങ്ങനത്തെ മൊബൈൽ ഫോണല്ല. ഈ ലാൻഡ് ഫോൺ തേപ്പ് പെട്ടിക്ക് അടുക്കലാണ് ഉണ്ടായിരുന്നത്. അപ്പം തൻ്റെ സുഹൃത്തിനെ പറ്റി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി മുംബൈയിലുള്ള സുഹൃത്ത് ഇയാളെ ഈ ഫോണിൽ വിളിച്ചു, ലാൻഡ് ഫോണിൽ വിളിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ചെന്നിട്ട് അശ്രദ്ധമായി ഫോണിൻ്റെ റിസീവർ എടുത്ത് ചെവിയിൽ വയ്ക്കുന്നതിന് പകരം തേപ്പ് പെട്ടിയെടുത്ത് കവിളിലേക്കിട്ട് വെച്ചു. തേപ്പ് പെട്ടിയെടുത്ത് വെച്ചാൽ എന്താ സംഭവിക്കാറുള്ളത്? പൊള്ളും. അതാണ് അദ്ദേഹം ആരെ കുറ്റപ്പെടുത്തിയത്? വിഡ്ഢിയായ ഭാര്യയെയും വിവേകമില്ലാത്ത സുഹൃത്തിന് എന്തറിയാം? പക്ഷേ ഒരു കവൾ പൊള്ളിയതിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളൂ, 2 കവളും പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചു, ഒരു കവൾ പൊള്ളിയത് ഞങ്ങൾക്ക് മനസ്സിലായി, വിഡ്ഢിയായ ഭാര്യയും, അവർക്ക് കാര്യം മനസ്സിലായി ആരാണ് കുഴപ്പക്കാരൻ. വിഡ്ഢിയായ ഭാര്യയും വിവേകമില്ലാത്ത സുഹൃത്തും കൂടിയാണ്. മറ്റേ കവൾ പൊള്ളിയത് എങ്ങനെയാണാവോ? അപ്പം അദ്ദേഹം പറയുകയാണ്, അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വേദന കൊണ്ട്, പൊള്ളിയ വേദന കൊണ്ട് കവിൾ തടവി വളരെ സഹിച്ചു നിൽക്കുമ്പോൾ ഈ അവനുണ്ടല്ലോ, അവൻ മുംബൈയിലുള്ള സുഹൃത്ത്, അവൻ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഇപ്പം എന്താ, വീണ്ടും വിളിച്ചപ്പോൾ ഈ അനുഭവം കിട്ടിയിട്ടും പഠിക്കാതെ എടുത്ത് ഇവിടെ വെച്ചു. ആര്? നമ്മുടെ ആൾ. എന്നിട്ട് ആരെ കുറ്റപ്പെടുത്തുന്നത്? വിഡ്ഢിയായ ഭാര്യ, വിവേകമില്ലാത്ത സുഹൃത്ത്. ഇത് കേട്ടപ്പോൾ ചിരിക്കാൻ എന്ത് ഉത്സാഹമാണെന്നറിയാവോ നമുക്ക്? ഇതൊക്കെ 2 അനുഭവമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എത്ര അനുഭവം കിട്ടിയിട്ടുണ്ട്? എത്ര അനുഭവം കിട്ടിയിട്ടുണ്ട്? അറബികളുടെ ചിന്താക്രമണം മുതലുള്ള അനുഭവം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ പെരുമാറുന്നത്? നമ്മുടെ ക്ഷേത്രത്തോട്, നമ്മുടെ വിഗ്രഹങ്ങളോട്, ഹിന്ദുക്കളോട്, നമ്മുടെ സഹോദരി സഹോദരന്മാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മളെ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ ആക്രമണം പഠിപ്പിച്ചതാണ്. നമ്മൾ AD 711 നമ്മൾ പഠിച്ചോ? നമ്മൾ അവരെ ഓടിച്ചു, പോയ സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചു, പക്ഷേ പള്ളികളാക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തിരിച്ചെടുത്തില്ല. മുസ്ലിങ്ങളായി ബലപ്രയോഗത്തോടെ മതം മാറ്റപ്പെട്ട ഹിന്ദുക്കളെ തിരിച്ചെടുത്തില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ലാഭമായിരുന്നു. ഓരോ ആക്രമണം വരുമ്പോഴും കുറേ പള്ളികൾ ഉണ്ടായി ക്ഷേത്രങ്ങളുടെ മുകളിൽ. കുറേ ഹിന്ദുക്കൾ അവർക്ക് മതം മാറ്റാൻ കഴിഞ്ഞു. നമ്മൾ സ്ഥലം തിരിച്ചു പിടിച്ചു, പക്ഷേ നമ്മുടെ ജനതയെ തിരിച്ചു പിടിച്ചില്ല. മുഹമ്മദ് ഗസ്നി AD 1000 300 വർഷത്തെ ഇടവേള കിട്ടി, എന്നിട്ടും നമ്മളൊരു പ്രിക്കോഷൻ എടുത്തില്ല. മുഹമ്മദ് ഗസ്നി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുബുക്തൻ ഗസ്നി, പിന്നീട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് മുഹമ്മദ് ഗോറി, എത്രയെത്ര അനുഭവങ്ങൾ. പിന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പിന്നീട് നമ്മുടെ ഓരോ രാഷ്ട്രീയക്കാർ നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത്, പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത്, ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര അനുഭവം വേണം നമുക്കൊരു ജനതയ്ക്ക് പഠിക്കാനായിട്ട്? വീണ്ടും വീണ്ടും മറന്നു പോകുന്നു നമ്മൾ. കാരണം ഇതൊക്കെ വ്യക്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനമില്ല. ഒരു മുസ്ലിം വളരുന്നത് അങ്ങനെയല്ല, ക്രിസ്ത്യാനി വളരുന്നത് അങ്ങനെയല്ല. അവന് മെക്കയിലെയും മദീനയിലെയും മുഹമ്മദ് നബി നടത്തിയ യുദ്ധത്തെപ്പറ്റി പോലും അവരുടേതായ വേർഷൻ പഠിച്ചാണ് നമ്മുടെ കുട്ടി വളരുന്നത്. നമ്മുടെ ഒരു സഹോദരൻ മുസ്ലിമായിട്ട് മാറുമ്പോൾ വളരുന്നത്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ അനുഭവത്തെക്കുറിച്ചോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അവനെ പഠിപ്പിക്കാൻ വ്യവസ്ഥയില്ല. സനാതനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വ്യവസ്ഥയില്ല. ഇതെല്ലാമുള്ള സമൂഹമാണ് ഒന്നാമത്തെ ഭീഷണി. പഠിക്കണ്ട, അറിയണ്ട, ഇനി അറിഞ്ഞാലും നടപടിയെടുക്കണ്ട, അതിൻ്റെ മൂലകാരണം പരിശോധിക്കേണ്ട,
മൂലകാരണം കണ്ടെത്തിയാലും പരിഹാര പദ്ധതി എടുക്കണ്ട. ഇനി പരിഹാര പദ്ധതി ഉണ്ടായാലും നിസ്സാര കാര്യം പറഞ്ഞ് അതിനെയൊക്കെ ഒഴിവാക്കുക, ചെയ്യാതിരിക്കുക. നമ്മൾ എന്തിനാ പൊല്ലാപ്പുണ്ടാക്കുന്നത്? വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുക. ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ചിന്താഗതികളാണ് ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ്. അതിനാണ് നമ്മൾ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ബ്രെയിൻ വാഷിംഗ് ക്രിസ്ത്യൻ മതമൗലികവാദികൾ ഉണ്ടാക്കുന്നതാണ്. ചില ആൾക്കാർ ചോദിക്കും, അവരെത്ര പാവങ്ങളാണ്. അതറിയണമെങ്കിൽ നാഗാലാൻഡിൽ പോകണം, മിസോറാം, മേഘാലയ, മണിപ്പൂർ ഇപ്പോൾ ഏകദേശം അവരുടേതായി കഴിഞ്ഞു. അവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ പോയാൽ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. നാഗാലാൻഡിൽ അവർ പറയുന്നത് ഇന്ത്യൻ പട്ടി കടക്കുപുറത്തെന്നാണ് പറയുന്നത്. നാഗാലാൻഡിൽ അടൽ ബിഹാരി വാജ്പേയി മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ചിതാഭസ്മം ഭാരതത്തിലെ എല്ലാ നദികളിലും ഒഴുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നടക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കാശ്മീരിൽ പോലും ഒഴുക്കി, നാഗാലാൻഡിൽ നടന്നില്ല. നാഗാലാൻഡിലെ ക്രിസ്ത്യൻ സംഘടനകൾ പറഞ്ഞു, ഇവിടെ ഒഴുക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്. മതേതരത്വമൊക്കെ നാഗാലാൻഡിന് പുറത്ത്. അതുപോലെ മിസോറാമിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുറത്തെല്ലാം മതേതരത്വം പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ അവിടെ പ്രകടന പത്രിക ഇറക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞെന്നറിയാമോ? ബൈബിൾ അടിസ്ഥാനത്തിലെ ഭരണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ്. എങ്കിലേ അവിടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യൂ. ഹിന്ദുവിൻ്റെ അടുക്കൽ മാത്രം പറയേണ്ട ഒരു കാര്യമാണ് മതേതരത്വം. അവരുടെ അടുക്കൽ ക്രിസ്ത്യൻ ആധിപത്യം, മുസ്ലിം ആധിപത്യം പറഞ്ഞാലേ അവർ വോട്ട് ചെയ്യൂ. അപ്പോൾ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയെ കരുതിയിരിക്കണം. മുസ്ലിങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായിരിക്കും പിടിച്ചുകൊണ്ട് പോവുക. കുടുംബത്തോടു കൂടി കൊണ്ടുപോകുന്ന കൂട്ടരാ. വളരെ സൗമ്യമായ രീതിയിലായിരിക്കും അവർ ആദ്യം സമീപിക്കുക. ചിലർ ചോദിക്കാറുണ്ട്, മുസ്ലിം മതമൗലികവാദമാണോ ക്രിസ്ത്യൻ മതമൗലികവാദമാണോ കൂടുതൽ ഭീഷണി? നമ്മൾ തിരിച്ച് ചോദിക്കും, താടകയാണോ പൂതനയാണോ കൂടുതൽ പ്രശ്നം? പൂതന വളരെ മനോഹരമായ രീതിയിൽ വേഷം ധരിച്ചാണ് വരിക, അമ്മയെപ്പോലെ സ്നേഹവാത്സല്യങ്ങളോടുകൂടിയാണ് വരിക. താടക നമുക്ക് തിരിച്ചറിയാം. ഞാനീ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ കുഴപ്പക്കാരാണെന്നല്ല. അവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ്. ഇന്ന് ക്രിസ്ത്യാനികളായി നിൽക്കുന്നവരോ മുസ്ലിങ്ങളായി നിൽക്കുന്നവരോ പണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരായിരുന്നവരാണ്. ഇതിൽ പെട്ടുപോയതാണ്. ഈ ബ്രെയിൻ വാഷിങ്ങിന് ഇരകളായിപ്പോയി. അതുകൊണ്ട് അവരോട് നമുക്ക് വിരോധമില്ല. ഇപ്പോൾ ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഹിന്ദുക്കളുടെ കാര്യമല്ലേ, നമ്മുടെ ഇടയിലുള്ള കാര്യമല്ലേ പറഞ്ഞത്? അത് പറഞ്ഞൊന്നും പറഞ്ഞ് ഹിന്ദുക്കളെ നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇടയിലുള്ള ഇതുപോലത്തെ പ്രമാദങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഹിന്ദുക്കളെ മൊത്തം ആക്ഷേപിച്ചൊന്നും നിങ്ങൾ ആരെങ്കിലും പറയുമോ? അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതമൗലികവാദവും ഇസ്ലാം മതമൗലികവാദവും അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചല്ല പറയുന്നത്, ആ ചിന്താഗതിയെക്കുറിച്ചാണ് പറയുന്നത്, ആ ഐഡിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്, അപകടകരമായ ഐഡിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ അവർ പറയുന്ന രീതിയിൽ ക്രിസ്ത്യാനിയായി പോയാൽ നമ്മുടെ ഈശ്വരൻ അവർക്ക് പിന്നെ സാത്താനായി മാറും. ശ്രീകൃഷ്ണനും ശ്രീരാമനും മഹാപുരുഷന്മാരും മഹാത്മാഗാന്ധിയും നമ്മുടെ എല്ലാ മഹാത്മാക്കളും നരകത്തിലെ ഇന്ധനങ്ങളാണെന്ന് അവർ പറയും. രണ്ടു കൂട്ടരും പറയും. യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കാത്തവരെല്ലാം പാപികളാണ്, നിത്യനരകത്തിന് അവകാശികളാണെന്ന് പറയുന്നൊരു ഐഡിയോളജിയാണ്. നമുക്ക് നമ്മുടെ ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, പരമേശ്വരൻ, പരാശക്തി തുടങ്ങിയവരൊക്കെ നരകാവകാശികളാണെന്ന് പറയുന്നൊരു ഐഡിയോളജിയോട് സന്ധി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മൂന്നാമത്തെ ഭീഷണി ഇസ്ലാമിക മതമൗലികവാദമാണ്. അത് ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കൂടിയുണ്ട്. മതം മാറ്റുക മാത്രമല്ല, ഭീകരവാദത്തിലെ റിക്രൂട്ട്മെൻറ്റ് കൂടിയുണ്ട്. വളരെ വളരെ അപകടകരമാണത്. ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭീകരതയാണ് അവിടെ ഉണ്ടാക്കുന്നത്. മറ്റവർ അത്രയ്ക്ക് വന്നിട്ടില്ല, കുറേയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് ഏതാണ്? നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഇനിയും നേരം വെളുക്കാത്ത ആൾക്കാർ. എത്ര അനുഭവം കിട്ടിയാലും ആ തേപ്പുപെട്ടി കഥയിൽ പറഞ്ഞതുപോലെ തന്നെ പെരുമാറുന്ന ഹിന്ദുക്കൾ. രണ്ട് ക്രിസ്ത്യൻ മതമൗലികവാദ ശക്തികൾ.
3 ഇസ്ലാം മതമൗലികവാദവും ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ശക്തികൾ. 4, ആരോ പറഞ്ഞു, ചില രാഷ്ട്രീയ കക്ഷികൾ സ്യൂഡോ സെക്യുലർ, കപട മതേതര, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നടത്തുന്നത്. അവരുടെ ഒരേ ഒരു മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയാണ്. ഹിന്ദു വിവേചനവും മറ്റുള്ളവരോടെല്ലാം പ്രീണനം നടത്തിയാൽ മതേതരത്വമായെന്ന് പ്രചരിപ്പിക്കുന്നവർ. നമ്മളെ കാണുന്നില്ലേ, വക്കഫ് ബില്ലൊക്കെ വരുന്നില്ലേ? ഭാരതം മുഴുവൻ പിടിച്ചെടുക്കാൻ അവർക്ക് ഈ ബില്ല് മതി. അതിനെ മാറ്റാനായിട്ടാണ് നരേന്ദ്രമോദിജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു രാജ്യത്തും ആരും ചെയ്തു കൊടുക്കാത്ത രീതിയിലുള്ള പ്രീണനമാണ് വക്കഫ് എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ തന്നെ 1500 വർഷം പഴക്കമുള്ള, എന്ന് വെച്ചാൽ മുഹമ്മദ് നബി ജനിക്കുന്നതിനേക്കാൾ ഏറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളുള്ള ഒരു വില്ലേജ് മുഴുവൻ വക്കഫാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് പറയാം തിരുവനന്തപുരം മുഴുവൻ ശ്രീപത്മനാഭൻ്റെയാണെന്ന് പറയാം. കാരണം എല്ലാം അടിയറ വച്ചതാണ്. ശ്രീപത്മനാഭൻ്റെ അടിയറ വച്ചിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചത്. അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് അവകാശപ്പെട്ടതെന്ന് നമുക്ക് വേണം വാദിക്കാം. പക്ഷെ അതിന് നിയമപരമായ ഒരു പിൻബലം കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അങ്ങനെ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന നടപടിക്രമങ്ങളാണ് ഈ പ്രീണനത്തിൻ്റെ പേരിൽ ഇവർ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളെ വിട്ടുകൊടുക്കുകയാണ്, നമ്മുടെ രാജ്യത്തെ തകർക്കുകയാണ് എന്ന് നമ്മൾ പോലും അറിയാതെ ഇവർക്ക് വോട്ട് ചെയ്യുകയാണ്. വോട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇവർക്ക് തന്നെ വോട്ട് ചെയ്യും. നമ്മളെയാണ് കുഴപ്പം പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് ശക്തി നമ്മുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, 2 ക്രിസ്ത്യൻ, 3 ഇസ്ലാം, 4 കപട മതേതര ന്യൂനപക്ഷ പ്രീണന വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നടത്തുന്ന ഹിന്ദുവിരുദ്ധ രാഷ്ട്രവിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ. വേറൊരു ശക്തിയുണ്ട്, വളരെ കരുതിയിരിക്കേണ്ട കാര്യമാണ്. അത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾ. പണ്ട് മെക്കാളയിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മെക്കാളെ സായിപ്പ് ഉണ്ടാക്കിയ കുറേ പദ്ധതികളാണ്. ജാതി, പ്രദേശം, ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലിക്കൽ, ഡിവൈഡ് ആൻഡ് റൂൾ. ഇന്നും അതേ വിദ്യാഭ്യാസ ക്രമം തലയിൽ പിടിച്ച കുറേയേറെ ആൾക്കാർ ഇന്നുമുണ്ട്. അവയ്ക്ക് പുറമെ കുറേ വിദേശ ഇൻഫ്ലുവൻസ് കൂടെ വരുന്നുണ്ട്. സോറസ് ഫൗണ്ടേഷൻ, ഡീപ് സ്റ്റേറ്റ്, ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ്, കട്ടിംഗ് സൗത്ത് അജണ്ട, ധാരാളം ആൾക്കാർ. ഇതിന് പുറമെ ധാരാളം ചാരസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. KGB, ISA, CAA, കുറേയേറെ സംഘടനകൾ. അവരൊക്കെ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ വിലക്കെടുക്കും. ചില സന്യാസിമാരെ വിലക്കെടുത്തിട്ടുണ്ട്, തന്ത്രിമാരെ വിലക്കെടുക്കും, അതുപോലെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കും, രാഷ്ട്രീയ ഭരണ വിലക്കെടുക്കും, മാധ്യമങ്ങളെ വിലക്കെടുക്കും, സ്വന്തമാക്കും. ഒരു വലിയ ഫോഴ്സാണ്, നമ്മൾ ആരും തിരിച്ചറിയാത്ത ഒരു വലിയൊരു ഫോഴ്സാണിത്. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്. ഇതാണ് 5ാമത്തെ ബ്രെയിൻ വാഷിംഗ്. 6ാമത്തെ ബ്രെയിൻ വാഷിംഗ് നിരീശ്വരവാദം, ഭൗതികവാദം, ലൗകികവാദം, അജ്ഞേയവാദം, സുഖവാദം, സംശയവാദം, സ്യൂഡോ ഫെമിനിസം, ദളിത് വാദം എന്നൊക്കെ പറയുന്നൊരു വലിയ കുറേയേറെ ചിന്താധാരകളാണ്. ഈ 6 തരം ശത്രുക്കളാണ് നമ്മുടെ ജനതയെ, നമ്മുടെ സംസ്കൃതിയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് വലിയ സ്വാധീന ശക്തിയാണുള്ളത്. പണ്ടത്തെ ചർവാകന്മാരെ പോലെ അല്ല. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസുകളുണ്ട്, മിഷണറിമാരുണ്ട്, ലക്ഷക്കണക്കിന് മിഷണറിമാരുണ്ട്. ആരെയും വിലക്കെടുക്കാൻ കഴിയുന്ന പണമുണ്ട്, സ്വാധീനമുണ്ട്, പദവികളുണ്ട്. നമ്മുടെ ഉള്ളുള്ളവരെ വരെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്നിരിക്കട്ടെ, വീട്ടിനുള്ളിൽ കഴിയുകയാണെങ്കിൽ വരെ അവരെ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുണ്ട്. ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഈ 6 തരം ശത്രുക്കളെ, അവരുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച് നമ്മുടെ സമാധാനത്തോടുകൂടി നമ്മുടെ ജനതയെ ജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനുള്ള ഒന്നാന്തരം മാർഗമാണ് സുദർശനം. ഒന്നാന്തരം മാർഗം. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി കൊതിക്കും. സാധാരണ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. ഇവരോടൊക്കെ എന്ത് പറയാനാണ്, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്നല്ലേ ശ്രമിക്കുക. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാൾ മുമ്പിൽ കിട്ടാൻ വേണ്ടി കൊതിക്കും നിങ്ങൾ. 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽപ്പെട്ട ആരെയാണെങ്കിലും നല്ല പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവ് നിങ്ങൾക്ക് കൈവരും.
ആശവിദ്യാസമാജം പറയുന്നത് ഇങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കഴിവ് കൂടി നിങ്ങൾക്ക് കിട്ടും. അതാണ് സുദർശനൻ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. 3 കണ്ടീഷൻസ് വേണം. ഈ 3 കണ്ടീഷൻസ് ഉള്ളവരെ നമുക്ക് പറ്റൂ. ഒന്ന്, ഈ പറയുന്ന ആൾക്കൊരു സാമാന്യ ബുദ്ധി, പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ബോധമെങ്കിലും ഉണ്ടാകണം. മന്ദബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മളോട് ചർച്ച നടത്താനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കണം. ചർച്ച നടത്താം, അവർക്ക് പറയാനുള്ളതെല്ലാം പറയാം. നമ്മളെ വിമർശിക്കാം, ഹിന്ദു ധർമ്മത്തെ വിമർശിക്കാം, എല്ലാത്തരം ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ ഭാഗങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം, വളച്ചൊടിക്കുക, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. ചർച്ച നടത്താൻ തയ്യാറാവണം. അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സത്യം ബോധ്യപ്പെടുത്താൻ പറ്റും. സത്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മിനിമം സത്യസന്ധതയെങ്കിലും ഇവർക്കുണ്ടാവണം. ഇതാണ് 3ാമത്തെ കണ്ടീഷൻ. ഈ 3 കണ്ടീഷൻസ് ഉള്ള ആരെയും, അത് ഇന്ന് മതം മാറിയവരോ ഇന്ന് ഈ ആശയത്തിലേക്ക് പോയവരാവട്ടെ, ഇന്നലെ പോയവരാവട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തലമുറയായി മാറിയവരാവട്ടെ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ശക്തിയാണ് സുദർശന മിഷനുള്ളത്. വെറുതെ പറയുന്നതല്ല, ഇത്രയേറെ ആൾക്കാരുടെ പ്രത്യക്ഷ സാക്ഷ്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ 6 തരം ബ്രെയിൻ വാഷിംഗ്, നമ്മളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 6 തരം ബ്രെയിൻ വാഷിങ്ങിനെതിരെ ഒരു മരുന്ന് കണ്ടെത്തിയ കാര്യം, ദിവ്യ ഔഷധം കണ്ടെത്തിയ കാര്യം പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്യാൻസറിന് മരുന്ന് കിട്ടിയത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു അല്ലേ? കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്ത അതായിരുന്നു. ക്യാൻസറിനൊരു വാക്സിൻ കണ്ടുപിടിച്ചു. വലിയ ആശ്വാസവും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത്. കാരണം ക്യാൻസർ ബാധിച്ചാൽ ചികിത്സയില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയാണ്. നീട്ടിവെക്കാം, ചികിത്സയില്ല. ഇന്നലെ 2 ദിവസം മുമ്പുള്ള വാർത്ത അതാണ്. റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ക്യാൻസറിനൊരു വാക്സിൻ കണ്ടുപിടിച്ചു. നമുക്ക് സന്തോഷമില്ലേ? ഇതിലെടുത്തേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ മരുന്ന് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മരുന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? നിങ്ങളത് വെച്ച് പൂട്ടുമോ? അലമാരി വെച്ച് പൂട്ടുമോ? ഇതാരോടും പറയാതിരിക്കുമോ? എന്തായിരിക്കും ചെയ്യുക? കേൾക്കുന്നില്ലേ? വ്യക്തമാകുന്നില്ലേ? ഈ മരുന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ മരുന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എല്ലായിടത്തും എത്തിക്കും അല്ലേ? ഇന്ന് നമ്മുടെ ജനതയെ ഇന്നും ഇന്നലെയും നാളെയും ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാവ്യാധികൾക്കുള്ള സിദ്ധൌഷധം, പ്രതിരോധ കവചവും മരുന്നുമായിട്ടുള്ള ഈ സുദർശനം കോഴ്സ് നിങ്ങൾ പ്രചരിപ്പിക്കണ്ടേ? അതിനുള്ള സദ്ബുദ്ധികൾ നമുക്കുണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ക്യാൻസർ ഒരു സാംക്രമിക രോഗമല്ല. ക്യാൻസർ ബാധിച്ച ഒരാളുടെ മക്കൾക്ക് അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. ഇതങ്ങനെയല്ല. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങുകൾ ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ തലമുറകൾ അങ്ങനെയായിട്ട് മാറും. മദ്രസ, സൺഡേ സ്കൂൾ പദ്ധതിയിലൂടെ അവരിലേക്ക് ആക്കപ്പെടും. മറ്റുള്ളവരെല്ലാം അവരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കാനുള്ള മിഷണറി സെറ്റപ്പും അവർക്കുണ്ട്. ഒരേ സമയം ജനിതക രോഗവും അടുത്ത തലമുറകളിലേക്ക് വ്യാപിക്കുന്ന ജനിതക രോഗവും സമൂഹത്തിലേക്ക് സംക്രമിക്കുന്ന സാംക്രമിക രോഗം കൂടിയാണ് ഈ ബ്രെയിൻ വാഷിങ്ങുകൾ. ഇതിനെതിരെയുള്ള സിദ്ധൌഷധം കണ്ടെത്തിയിട്ട് വർഷങ്ങളായി ആർഷവിദ്യാസമാജം. എന്നാൽ ഏറ്റവും അധികം അറിയേണ്ട, നമ്മളിന്നാണ് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ 6 ബ്രെയിൻ വാഷിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെയാണ്, ഹിന്ദുക്കൾ തന്നെയാണ്. നമുക്കതറിയാൻ താല്പര്യമില്ല, പ്രചരിപ്പിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ പ്രമാദം വേറെ എവിടെയാണുള്ളത്? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജാഗരണ സദസ്സുകൾ വയ്ക്കുന്നത്. ഇവിടെ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നവർ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ്, വെറുതെ അവകാശവാദം പറയുകയല്ല. 8,000-ലേറെ പേരെ തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞു. 1000-ഓളം പേർക്ക് ഇതിനെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടിക്കഴിഞ്ഞു. അത് 20ഓളം പേർ ഇവിടെ ഫുൾ ടൈം പ്രവർത്തകരായി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്, ഇവിടെ തന്നെ ഉള്ളവരുണ്ട്. ഇവരുടെയൊക്കെ അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ആവശ്യകത. അത് അവരുടെ പ്രമോഷന് വേണ്ടിയല്ല. ഇത്രത്തോളം ഭീകരമായ മാനസികാവസ്ഥയിലായിരുന്നിട്ട് കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിന് തന്നെ അപകടകാരികളായി മാറുമായിരുന്നവരെ ഇന്ന് സനാതനധർമ്മത്തിൻ്റെ ധ്വജം
ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാക്കുന്ന കോഴ്സാണ് സുദർശനം കോഴ്സ്. അത് പഠിക്കാനും പ്രചരിപ്പിക്കാനുള്ള സദ്ബുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ പ്രധാനമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. കാസർഗോട്ടെ പ്രസിദ്ധമായൊരു ഹവിയക്ക ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടി, ഒരു കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് അധ്യാപികയായി ജോലി നോക്കിയ അധ്യാപികയാണ്. പല ആൾക്കാരും ചോദിക്കുമ്പോൾ അധ്യാപിക എങ്ങനെ മതം മാറി? പക്ഷേ ഇവരുടെയൊക്കെ ബ്രെയിൻ വാഷിങ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മളെങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാം നല്ല വിവരവും, നമ്മുടെ കാഴ്ചയിൽ വിവരവും ബോധവും സാമ്പത്തിക സുരക്ഷിതയും കുടുംബത്തിൻ്റേതായ സ്നേഹത്തിൻ്റെ പിന്തുണ കൊണ്ടുവരുന്നവരാണ്. പക്ഷെ ഇവരുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ്? ഇവരുടെ തന്ത്രങ്ങൾ എന്താണെന്നറിയാവോ? ആദ്യം നമ്മളോടൊരു സൗഹൃദം ഉണ്ടാക്കുക വരും. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണ്, തന്ത്രങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പെൺകുട്ടികളെ പലപ്പോഴും ആണുങ്ങളല്ല പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് പ്രേമിച്ചു മാത്രം, അങ്ങനെയല്ല. ലവ് ജിഹാദ് മാത്രമല്ല ഉള്ളത്. അവരെ സഹപാഠികളായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികൾ തന്നെ വരും, ആദ്യം കൂട്ടുകൂടും. ഇപ്പോൾ സൗഹൃദത്തോട് നമുക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ വളരെ ദൂരം താമസിക്കുന്ന സ്ഥലമായിരിക്കും ഈ കോളേജൊക്കെ. അവിടുത്തെ കോളേജ് ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ ഒരു ഹോം സിക്നെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂട്ടുമായിട്ട് വരുന്ന, സൗഹൃദമായിട്ട് വരുന്നവരോട് പ്രത്യേക ഒരു സ്നേഹം കൂടും. ആദ്യം അവരെങ്ങനെ ഉണ്ടാക്കും. രണ്ടാമത് സൗഹൃദം ആയി എന്ന് കഴിഞ്ഞാൽ ചില നിരുപദ്രവമായ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ചോദിക്കും, അറിയാൻ വേണ്ടി എന്ന രീതിയിൽ. നിങ്ങൾക്ക് എത്രത്തോളം ദൈവങ്ങളുണ്ട്? നിങ്ങൾ ആപത്ത് വരുമ്പോൾ ആരെയാണ് വിളിക്കാറുള്ളത്? നിങ്ങൾക്ക് നിൻ്റെ കുരങ്ങൻ്റെ മുഖമുള്ള ദൈവം എന്താണ്? ആനയുടെ മുഖമുള്ള ദൈവം എന്താണ്? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ചില സംശയങ്ങൾ അങ്ങനെ ഉണ്ടോ, പറയുന്നുണ്ടോ എന്നായിരിക്കും ചോദിക്കുക. ശ്രീരാമൻ സീത ഉപേക്ഷിച്ചത് ശരിയാണോ? വിമർശനമായിട്ടല്ല, ആദ്യം ചോദ്യങ്ങൾ, നിഷ്കളങ്കമായ നിരുപദ്രവം തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? അറിയാവുന്നവരാണെങ്കിൽ മറുപടി പറയാൻ പറ്റും. പഠിച്ചവരാണെങ്കിൽ. അറിയാൻ പാടില്ലെങ്കിലോ ഇന്ന് ഒഴിവാകാൻ ശ്രമിക്കും. ഈ ചോദ്യത്തിന് മാറ്റാൻ നമുക്ക് ആ സിനിമാ കഥ പറയാം, ആ പാട്ടിനെക്കുറിച്ച് പറയാം, ആ സിനിമാ താരത്തെക്കുറിച്ച് പറയാമെന്ന് പറയും, അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് പതുക്കെ രക്ഷപ്പെടും. പക്ഷെ രക്ഷപ്പെട്ടതുകൊണ്ട് ഉത്തരമായോ? ഇവർ ചെന്ന് സ്വാഭാവികമായി വീട്ടിൽ ചെന്ന് ചോദിക്കും. വീട്ടിൽ അച്ഛനോട് ചോദിക്കുമ്പോൾ, അമ്മയോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കും പറയുക? അത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്കറിയില്ല, അവർക്ക് സംശയമുണ്ട്. ഇനി വല്ല ഗൂഗിളിലോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലും നമ്മൾ കൊടുക്കുന്നതല്ലേ അവിടെ കിട്ടൂ. അല്ലാതെ ഗൂഗിൾ എല്ലാം കണ്ടുപിടിക്കുന്നൊരു ഉപകരണമൊന്നുമല്ലല്ലോ. അതിന് രക്ഷയില്ല. ഇവർക്ക് ഒരിടത്തുനിന്നും മറുപടിയില്ല. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്താണ്? കൂട്ടുകൂടുക. രണ്ടാമത്തെ ഘട്ടം നിഷ്കളങ്കമായ നിരുപദ്രവമായ ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുക. അവിടെ തന്നെ പലരും വീഴും. മൂന്നാമത്തത്, നമുക്ക് മറുപടിയില്ല, നമ്മളും കൺഫ്യൂഷനിലാണെന്ന് പറയുമ്പോൾ പതുക്കെ പരിഹാസമായി, വിമർശനമായി ചങ്ങാത്തം കൂടുക, ചോദ്യങ്ങൾ ചോദിക്കുക. മൂന്നാമത് പരിഹാസം, വിമർശനം ശക്തി കൂടി. പലരും ഒന്നുകിൽ അപകർഷതാബോധമാകും, ഹിന്ദു എന്ന് പറയാൻ പോലും ലജ്ജിക്കും, ഇതൊക്കെ പറയാൻ പോലും ഭയപ്പെടും. ചിലർ ഇവരോടൊപ്പം കൂടും. ശരിയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും, ഇവരുടെ കൂട്ടത്തിൽ കൂടും. നാലാമത് പതുക്കെ ഇവരുടെ അസ്ത്രങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങും. ഞങ്ങളുടെ മതം ഇങ്ങനെയല്ല കേട്ടോ, ഞങ്ങളുടെ മതത്തിൽ ആണെങ്കിൽ ഇങ്ങനെയാണ്. കളർഫുള്ളായിട്ടുള്ള നിറം പിടിപ്പിച്ച നുണകൾ, ദുഷ്പ്രചരണങ്ങൾ ആ രീതിയിൽ പറഞ്ഞു തുടങ്ങും അവരുടെ. ഞങ്ങളുടെ നബി ഇങ്ങനെയാണ്, മുത്തുനബിയാണ്, ആ നബിയാണ്, ഈ നബിയാണ്, സ്ത്രീകൾക്ക് വലിയ പദവി കൊടുത്ത ആളാണ്, വിധവകളെയും വിവാഹമുക്തരെയും മാത്രമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ശരിയാ? നോക്കുമ്പോൾ ശരിയാ. 3 വിധവകളെ കല്യാണം കഴിച്ചു. ആ 3 വിധവകളെയും കല്യാണം കഴിച്ചത് ഭർത്താക്കന്മാരെ കൊന്നിട്ടാണ്. അപ്പോൾ നല്ലതല്ലേ? ഭർത്താവിനെ കൊല്ലുക, ഭാര്യമാരെടുക്കുക, എന്ത് പറയും? വിധവകളെ കല്യാണം കഴിച്ചേ എന്ന് പറയും. പറയുമ്പോൾ ശരിയാ.
ഒരാൾ അച്ഛനമ്മയും കൊന്നു. അച്ഛനമ്മയും കൊന്നപ്പോൾ കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ അനാഥനാണ്, എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ അനാഥനായത് എങ്ങനെയാണ്? എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ പോയി? അത് ഞാൻ കൊന്നു. ഇതുപോലെയാണ് മുഹമ്മദ് നബി വിധവകളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഭർത്താക്കന്മാരെ കൊന്നപ്പോൾ വിധവകളായില്ലേ? അപ്പോൾ കല്യാണം കഴിച്ചു. എത്ര സത്പ്രവർത്തിയാൻ നോക്കൂ. അങ്ങനെയുള്ള ഓരോ ഇതൊക്കെ നിറം പിടിപ്പിച്ച് തിരിച്ച രീതിയിൽ നമ്മൾ യഥാർത്ഥമുള്ള കാര്യങ്ങളെ മനം മയക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്ന മതമാണ്. കാരണം എന്താ? ചാക്കിൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത്. ഞങ്ങൾ പർദ്ദയിട്ട് ഇവിടെ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രമേ ഒരു ദ്വാരം ഉണ്ടാവൂ. എത്ര വലിയ സംരക്ഷണമാണ് നിങ്ങളെ ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച് പതുക്കെ കൊണ്ട് പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആദ്യത്തെ ചങ്ങാത്തം, രണ്ടാമത്തെ പരിഹാസം, രണ്ടാമത്തെ ചോദ്യങ്ങൾ, മൂന്നാമത്തെ പരിഹാസമെല്ലാം ആ ഘട്ടം കഴിഞ്ഞവരാണ്. നല്ല ഇങ്ങനെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ചോദ്യങ്ങളൊന്നുമില്ലാത്ത ചക്കര മതമുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന രീതിയിലുള്ള ഒരു താല്പര്യം വരും. അടുത്തത് അവരുടെ സാഹിത്യങ്ങൾ കൊടുക്കാൻ തുടങ്ങും. ബൈബിളോ ഖുറാനോ ലഘുലേഖകളോ ബുക്കുകളോ കൊടുക്കും. പ്രഭാഷണങ്ങൾ കേൾപ്പിക്കും. ചില കോഴ്സുകൾ ചേർക്കും. ചില അവയർനെസ് ക്യാമ്പുകളിൽ പങ്കെടുക്കും. ഇവർക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആകും. അങ്ങനെ ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്തുമതം തലയ്ക്ക് പിടിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത ഘട്ടമായി ഇനി മുഴുവൻ മുസ്ലിമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം. ട്രൂ മുസ്ലിം ആവണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാഫറുകളായ അച്ഛനമ്മമാരോടൊപ്പം കഴിയാൻ പാടില്ല. ഇസ്ലാമിക വേഷം ധരിച്ച് ഇസ്ലാമിക വനിതയാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും അള്ളാഹു കേൾക്കില്ല. ഇല്ലെങ്കിൽ നിത്യ നരകമായിരിക്കും. നരകത്തിലെ ശിക്ഷാമുറകളെക്കുറിച്ച് പറയും. സ്വർഗത്തിലെ നിറം പിടിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. ആണുങ്ങളാണെങ്കിൽ പറയും ഹൂറിമാരെക്കുറിച്ച് പറയും. പെണ്ണുങ്ങളാണെങ്കിൽ ഹൂറന്മാരെക്കുറിച്ച് പറയില്ല. അവിടെ ഹൂറന്മാരില്ല. പക്ഷെ ഹൂറിമാരെക്കുറിച്ച് പറഞ്ഞ ആണുങ്ങളെ ആകും. പെണ്ണുങ്ങൾ വിചാരിക്കും ഹൂറന്മാരെങ്കിലും തരുമല്ലോ എന്ന പ്രതീക്ഷയിൽ പെണ്ണുങ്ങളും പോവും. ഇങ്ങനെ സ്വർഗത്തോടുള്ള കൊതി ഉണ്ടാക്കുന്നു, നരകത്തോടുള്ള പേടി ഉണ്ടാക്കുന്നു. അങ്ങനെ ആൾക്കാരെ പതുക്കെ കൊണ്ടുപോകും. പിന്നെ പതുക്കെ മതപരിവർത്തനം നടത്താനായിട്ട് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ 2 മാസത്തെ കോഴ്സുണ്ട്. ഈ 2 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അവരെ ശരിക്കും ജിഹാദിയാക്കുന്ന തരത്തിലുള്ള കോഴ്സാണ്. അങ്ങനെയാണ് ഒരാൾ ആ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. നമുക്ക് പൂജാരിമാർക്കും സന്യാസിമാർക്കും പോലും പഠിപ്പിക്കാൻ കോഴ്സില്ല. ഇവർക്ക് അതിലേക്ക് ചേരുമ്പോൾ വരെ കോഴ്സുണ്ട്. ഒന്നാലോചിച്ച് നോക്കും. ഇങ്ങനെയാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞാലോ ഉടനെ പള്ളി പോലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുവരെ മഹല്ല് കമ്മിറ്റിയിൽ, ഇടവക കമ്മിറ്റി ചേർക്കും. അവിടെ ബയോഡേറ്റ ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും. പരസ്പരം ബന്ധപ്പെടും, പരസ്പരം സഹായിക്കും. 3 ആഴ്ച പള്ളിയിൽ വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ആൾ പോകും. അവരുടെ മക്കളെ സൺഡേ സ്കൂൾ മദ്രസയിലേക്ക് കൊണ്ടുപോകും. അവരെ സാമ്പത്തികമായി സഹായിക്കാൻ, ഇവിടെ നിന്ന് ഒരിക്കലും പോകാത്ത രീതിയിൽ സഹായിക്കാൻ സംവിധാനങ്ങളുണ്ട്. വലിയ ശക്തിയായിട്ട് വരും. ഇങ്ങനെ അവർ നമ്മുടെ ആൾക്കാരെ പിടിച്ച് അവരുടേതാക്കി നമുക്കെതിരെ തിരിച്ച് പതുക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ ഇത്രയും കാലമായിട്ടും ഇതൊന്നും പഠിക്കാതെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറ്റം നമ്മളെ പറയുള്ളൂ. ഞാൻ അവരൊന്നും പറയില്ല. ഇതിനെതിരെ ജാഗ്രത പുലർത്താത്തതിന് നമ്മളെ മാത്രമേ ഞാൻ കുറ്റം പറയൂ. ഇപ്പോൾ ശ്രുതിയുടെ കാര്യം പറഞ്ഞത് അധ്യാപിക. അപ്പോൾ ഈ പറയുന്ന ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ കേമന്മാരും ഇവർ വലിയ മോശക്കാരാണ്. അങ്ങനെ വിചാരിക്കരുത്. ഇതേ സാഹചര്യത്തിൽപ്പെട്ടാൽ നിങ്ങളിതിനപ്പുറമാവും. പക്ഷെ അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രായശ്ചിത്തം പോലും ചെയ്യുന്നവരാണ്. ജീവിതം കൊണ്ട്, സ്വന്തം ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തവരാണ്. കാരണം ഞങ്ങൾ പോയ വഴിയിലേക്ക് ഇനി ഒരു കുട്ടിയും പോവരുത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ചൊരിഞ്ഞ കണ്ണീർ ഇനി ഒരു മാതാപിതാക്കളും ചൊരിയരുതെന്ന രീതിയിൽ സനാതനധർമ്മത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകരായി മാറിയവരുടെ അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ
ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടൊക്കെ എങ്ങനെ പോയും ചോദിക്കരുത്. കാരണം ഇതേ സാഹചര്യത്തിൽ പോയാൽ നമ്മളും അങ്ങനെ ആയിപ്പോവും. അറിവില്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളതാണ് കാര്യം. ശ്രുതി എങ്ങനെ അധ്യാപികയായപ്പോൾ ശ്രുതിയെ മതം മാറ്റാൻ വിദ്യാർത്ഥികൾ വരെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അതും കിട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വരെ മദ്രസയിൽ നിന്ന് കിട്ടുന്ന കാര്യം ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ 100 ഹജ്ജ് ചെയ്യുന്ന പുണ്യമാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടി എന്തിനു തെറ്റ് പറയണം? ആ കുട്ടി അങ്ങനെ പഠിപ്പിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റുള്ളവരെ മതം മാറ്റാൻ പറ്റിയ ആൾക്കാർ ഉണ്ടാവണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പള്ളിയിൽ അച്ഛനോ കന്യാസ്ത്രീയോ പാസ്റ്ററോ മൗലവിയോ ഉണ്ടാകുന്ന ഭാഗ്യമായി കരുതുന്നു. അവരുടെ സമ്പത്തിൻ്റെ 20% മതപ്രചരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മുടെ ഹിന്ദുക്കളാരെങ്കിലും ഒരാൾ ഈ ധർമ്മപ്രചാരണ രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുക? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? വയസ്സാകുമ്പോൾ ചെയ്താൽ പോരെ? കല്യാണം കഴിക്കാൻ പാടല്ലേ? ഇതൊക്കെ ചോദിക്കുക. മറ്റേത് പുണ്യമായിട്ട് കാണുന്നു. അപ്പോൾ നമ്മളുടെ പ്രശ്നം തന്നെയാണിതെല്ലാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ശ്രുതിയെ കുട്ടിയെ വരെ, ശ്രുതി പഠിപ്പിക്കുന്ന കുട്ടി വരെ ശ്രുതിയെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. സഹപാഠികൾ അതുപോലെ സഹപ്രവർത്തകർക്ക് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഈ പറഞ്ഞ ഘട്ടത്തിലൂടെയാണ് എല്ലാവരും വന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ വന്ന അവസാനം ജിഹാദി മൈൻഡ് സെറ്റിലേക്ക് വന്നു. ജിഹാദി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ആ മതം വളർത്താനായിട്ട്, ആ മതരാജ്യം ഉണ്ടാക്കാനായിട്ട് എന്തും ചെയ്യാൻ കഴിയുന്ന മനസ്ഥിതിക്കാണ് ജിഹാദിയ മനസ്ഥിതി എന്ന് പറയുന്നത്. ചില പ്രഭാഷണത്തിലൂടെ, ക്ലാസ്സുകളിലൂടെ ആവാം, ചില യുദ്ധത്തിലൂടെ ആവാം, അൽ തക്കിയ എന്ന് പറഞ്ഞ ചതിയിലൂടെ ആവാം. ഇങ്ങനെയാണ്. അമ്മയോട് തട്ടിക്കയറുക, അച്ഛനോട് തട്ടിക്കയറുക, സഹോദരന്മാർ തട്ടിക്കയറുക, അമ്പലത്തിൽ ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ ഇടത്തോട്ട് നോക്കി തുപ്പുക. ശ്രദ്ധിക്കണം. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് തൊഴുകയാണ് അല്ലേ? വന്ദിക്കുക, കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും അമ്പലത്തിന് മുന്നിലോ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുന്നിലോ ചിത്രത്തിന് മുന്നിലോ പോയാൽ അത് പിശാചാണ്, സാത്താനാണ്. ആ തൊഴുതാൽ നിങ്ങളെയും ആ പറയുന്ന ദൈവത്തെ ഒരുപോലെ അള്ളാഹു കത്തിക്കും. അതുകൊണ്ട് ചെയ്യാവുന്ന ഒരേ കാര്യം ഇടത്തോട്ട് നോക്കി തുപ്പുക എന്നുള്ളതാണ്. വലിയ പ്രശ്നമാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇയാളുടെ ഇടത്തൊന്നും പോയി കിടക്കാൻ പറ്റില്ല. കാരണം എന്നറിയാവോ? ദുസ്വപ്നങ്ങൾ പിശാചെന്ന് വരുന്നതെന്നാണ് പറയുന്നത്. ദുസ്വപ്നം കണ്ടാൽ ഇടത്തോട്ട് നോക്കി തുപ്പണമെന്ന് പറയും. അപ്പോൾ കൂടെ ഏതെങ്കിലും അച്ഛനോ അമ്മയോ സഹപാഠികളോ കിടക്കുകയാണെങ്കിൽ ഇടത്തോട്ട് തുപ്പ് വീഴും. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിന് മുന്നിൽ ചെന്നിട്ട് പോലും ഇടത്തോട്ട് നോക്കി തുപ്പിയിരുന്ന ഒരു വനിതയായിരുന്നു ശ്രുതി. അത്ര കട്ട പിടിച്ച ഇസ്ലാം ഭ്രാന്ത്. ആ ശ്രുതിയാണ് ഇന്ന് ആശയവിദ്യാസമാജത്തിൻ്റെ അഭിമാനമായി മാറി ആദ്യ വനിതാ പ്രചാരകയായി ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ശ്രുതി അപ്പോൾ ശ്രുതിയൊക്കെ ഇസ്ലാമിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് സിറിയയിലോ അല്ലെങ്കിൽ യമനിലോ അഫ്ഗാനിസ്ഥാനിലോ ചാവേർ ബോംബായി പോവും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കും. ലോകത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നു മാത്രമല്ല, മറ്റുള്ളവരെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ശക്തിയായിട്ട് മാറി. അടുത്ത വന്ന കുറേ പേരുണ്ട്, എല്ലാവരും വന്നിട്ടില്ല ഇവിടെ. ശാന്തി എവിടെ? ഈ ഒന്ന് ശാന്തി കൈവക്ക്. ഇവരൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇപ്പോൾ കന്നഡയിലുണ്ട്, തമിഴിൽ വരും. നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം, പ്രചരിപ്പിക്കണം. വലിയൊരു ക്രിസ്ത്യൻ മതമൗലികവാദിയായിട്ട് മാറിയ ആളാണ് നമ്മുടെ ശാന്തിക്കുട്ടി. ഈ ഇതിൻ്റെയൊക്കെ സംഘാടകയാണ്. കണ്ടാൽ വളരെ പാവമെന്നൊക്കെ തോന്നും, പക്ഷെ ആള് ഡേഞ്ചറായിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, പണ്ട്. അന്ന് ശാന്തിയുടെ അമ്മയും അച്ഛൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എൻ്റെ സാറേ ഒരിക്കലും വളരെ അപകടകാരിയാണ്, അത്രയ്ക്ക് ക്രിസ്ത്യൻ മതഭ്രാന്ത് വന്നിരിക്കുന്ന കുട്ടിയാണ്, എപ്പോൾ വേണമെങ്കിലും ചാടിപ്പോവാം, ശ്രദ്ധിക്കണം. നല്ല പഞ്ചാര വാക്ക് പറയും, പക്ഷെ അപ്പം ചാടിപ്പോകും. അവളെ തിരിച്ചു കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, യാത്ര ചെയ്യുന്ന ഇസ്ലാമിക ക്രിസ്തുമത മതകേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിന് മുന്നിൽ റോഡിൽ വട്ടം കിടന്നിട്ടാണ് ഇവളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് മതഭ്രാന്ത്. തൻ്റെ ബന്ധുക്കളെയും സ്നേഹിച്ച ചേട്ടായി എന്ന് വിളിക്കുന്ന രതീഷ് കൈവകിക്ക് ഭർത്താവാണ്.
അവരെ പോലും ഉപേക്ഷിച്ച് മതമൗലികവാദിയായ മതിയെന്നും പറഞ്ഞ് ചാടിപ്പോയ കുട്ടിയാണ്. സത്യം ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. നമ്മൾ ആലോചിക്കണം, വർഷങ്ങൾ കൊണ്ട് നടന്ന സംഭവങ്ങളാണ് മണിക്കൂറുകളിലൂടെയുള്ള സുദർശനം കോഴ്സിലൂടെ മാറ്റാൻ കഴിയുന്നത്. നിങ്ങളിത് പഠിച്ചാൽ നിങ്ങൾക്കും കഴിയും. അതുപോലെ ആതിര, വളരെ വലിയ കോളടക്കം സൃഷ്ടിച്ച 2017 കോളടക്കം സൃഷ്ടിച്ച സംഭവമാണ് ആതിരയുടെ കേസ്. 22 വയസ്സുകാരിയായ ആതിര 22 പേജുള്ള കത്ത് അച്ഛനമ്മമാർക്ക് എഴുതി വച്ചിട്ടാണ് വീട് വിട്ടത്. 32 വയസ്സുണ്ടായിരുന്നെങ്കിൽ 32 പേജ് എഴുതിയേനെ. 22 വയസ്സുള്ളത് കൊണ്ടാണ് അത്ര എഴുതിയത്. ആ കത്തിൽ എന്താണ് എഴുതിയെന്നറിയാമോ? അച്ഛനും അമ്മയും സഹോദരനും അമ്മയും അച്ചാമ്മയും അടക്കമുള്ളവരെല്ലാം ഇസ്ലാമിലേക്ക് വരൂ, ഇത്ര ചക്കര മതമുണ്ടല്ലോ അതിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ചേട്ടനെ ഒരു പരിധിവരെ കൊണ്ടുപോകാൻ നോക്കിയിരുന്നു. ഭാഗ്യം, സുന്നത്ത് ചെയ്യുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു. ഏതായാലും അങ്ങനെ എഴുതി വീട് വിട്ടിറങ്ങിയ കുട്ടിയാണ്. വലിയ കോളിളക്കമുണ്ടായി. പോപ്പുലർ ഫണ്ടാണ് അതിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇതൊന്നും ഒരു ലവ് ജിഹാദല്ല. നിങ്ങളൊക്കെ ആലോചിക്കുന്നത് ലവ് ജിഹാദിനേക്കാൾ വലിയ ജിഹാദുണ്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നില്ല, ശക്തമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ബ്രെയിൻ വാഷിംഗ് ജിഹാദ്, ഇതാണ് ഏറ്റവും അപകടം. ഇത് വന്നാൽ ലവ് ജിഹാദാണെങ്കിലും നർക്കോട്ടിക് ജിഹാദാണെങ്കിലും ബ്രെയിൻ വാഷിംഗ് ജിഹാദ് വന്നാൽ നാളെ ഭീകരവാദിയായിട്ട് ജിഹാദിയായിട്ട് മാറും. അങ്ങനെ ഈ കുട്ടിയെ കാണാതായി, വലിയ വിഷയങ്ങളുണ്ടായി, വലിയ ഒച്ചപ്പാടുണ്ടായി. പത്രങ്ങളൊക്കെ വാർത്ത വന്നപ്പോൾ പർദ്ദയൊക്കെ ധരിച്ചുകൊണ്ട് ഈ കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഏഷ്യാനെറ്റ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ ഇസ്ലാമിക വനിതയായി ഐഷയായിട്ട് മാറിയിരിക്കുന്നു, പഴയ ആതിരയല്ല, ഞാൻ ഐഷയായി. കോടതിയിൽ ഹാജരാക്കി, ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി. അച്ഛനന്മാരെല്ലാം കരഞ്ഞ് കാല് പിടിച്ചു. പക്ഷെ ഇത് തലയ്ക്ക് കയറിയാൽ, ഈ വിഷം തലയ്ക്ക് കയറിയാൽ അച്ഛനന്മാരെ കണ്ണീരോ സഹോദരങ്ങളുടെ ആയിട്ടുള്ള വേദനയോ ബന്ധുക്കളുടെ ഉപദേശങ്ങളോ അഡ്വക്കേറ്റിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ പോലും ഉപദേശം പോലും ചെവിക്കൊള്ളില്ല. അതാണ് പ്രശ്നം. അത്രയ്ക്ക് തലയ്ക്ക് കയറിയ വിഷമാകും അത്. ഹോസ്ദുർഗ് കോടതിയിലെ ഒരു വനിതാ മുസ്ലിം ജഡ്ജി തന്നെ നമ്മൾ ഉപദേശിച്ചു, അച്ഛനന്മാരെ വിഷമിപ്പിക്കല്ലേ മോളെ എന്ന് പോലും പറഞ്ഞു, മുസ്ലിം വനിതാ ജഡ്ജിയായിട്ട്. പക്ഷേ അന്ന് വിചാരിച്ചത് ഇവർ മുനാഫിക്കാണെന്നാണ്. കാരണം ഇസ്ലാം മതത്തിന് ജനിച്ച ആൾക്കാരുണ്ടല്ലോ, ഇസ്ലാം മതത്തിൽ ജനിച്ച നല്ല ആൾക്കാരുണ്ട്. ഈ നല്ല ആൾക്കാരെ യഥാർത്ഥ ഇസ്ലാം കരുതുന്നത് അവർ മുനാഫിക് അല്ലെ കപട വിശ്വാസിയാണെന്നാണ്. നല്ല ചിന്താഗതികൾ പുലർത്തുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെയും നരകത്തിലിട്ട് കത്തിക്കുമെന്നാണ് ഇസ്ലാമത്തിലെ ഐഡിയോളജി പറയുന്നത്. നമ്മളെയും കാഫിറുകളെയും മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും മതം വിട്ട മുർത്തദുകളെയും നരകത്തിലെ നിത്യവാസികളായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നല്ല മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ ജൂതന്മാർക്ക് വേണ്ടിയല്ല. ഈ ഇസ്ലാമിസത്തിൻ്റെ കുഴപ്പം, ഈ ജിഹാദി മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ മാത്രമല്ല, നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും എതിരെയാണ്. അതിൽ ലോകത്ത് നടക്കുന്ന എല്ലാ ഭീകരപ്രവർത്തനങ്ങളിലും കൂടുതൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളാണ്. ഇസ്ലാമിസത്തിൻ്റെ ഏറ്റവും വലിയ, ജിഹാദി മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ അപകടം മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവർ തിരിച്ചറിയുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റിലേക്കാണ് ആ മുസ്ലിം വനിതാ ജഡ്ജി ആതിരയെ ഉപദേശിച്ച സമയത്ത് ആ വനിതാ ജഡ്ജിയോടാണ് ദേഷ്യം തോന്നിയത്. നിങ്ങൾ മുസ്ലിമായിട്ട് പോലും ഇങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങൾക്ക് പടച്ചവൻ ഒരുക്കി വച്ചിട്ടുണ്ട് കത്തുന്ന നരകം എന്നാണ് വിചാരിച്ചത്. അതാണ് ആ മൈൻഡ് സെറ്റ്. ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുക? കോടതി അവരുടെ ഇഷ്ടപ്രകാരം അനുവദിച്ചു. ഭാഗ്യത്തിന് അവർ ഹേബിയസ് കൊടുത്തു, വീണ്ടും കൊടുത്തു. അവിടെ ഹൈക്കോടതിയിൽ ഹേബിയസ് വന്നു, ഹൈക്കോടതിയിലും വന്നു. അന്നും ആതിരയെ വിടാൻ തീരുമാനിച്ചതാണ് അവളുടെ ഇഷ്ടപ്രകാരം. അപ്പോൾ ഏതോ ഒരു ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് ഒരു നല്ല വക്കീൽ, ഒരു ഹിന്ദു സ്വാഭിമാനിയായ വക്കീൽ, അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, അന്ന് കേരളത്തിൽ നിന്ന് ധാരാളം പേര് സിറിയയിലേക്കൊക്കെ പോയ സമയമാണ്. ഇവളെയും ആ പാളയത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സത്യസരണിയിലേക്ക് വിട്ടാൽ ഇവളൊരു ജിഹാദിയായിട്ട് മാറി ലോകത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളായിട്ട് മാറും. അത് വിട്ടിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം വികാരം കൊണ്ട് പറഞ്ഞു.
ഇപ്പോൾ കോടതി ചോദിച്ചു, താങ്കൾക്ക് നിയമം അറിയില്ലേ? 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി പറഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യുക? ആ അഡ്വക്കേറ്റിന് മനസ്സിൽ തോന്നി, ഇവൾക്ക് മുസ്ലിം ആകണമെന്നല്ലേ പറഞ്ഞുള്ളൂ, ഇസ്ലാം കൂടുതൽ പഠിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, ഇത്രയും പഠിച്ചപ്പോൾ തന്നെ പ്രശ്നം. അപ്പോൾ അവളെ ഇസ്ലാം പഠിക്കാൻ അനുവദിക്കാം, മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കാം, എങ്കിലും അച്ഛനന്മാരോടൊപ്പം വിടുമെന്നാണ് പറഞ്ഞു. അങ്ങനെ കോടതി ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. മുസ്ലിമായി ജീവിക്കാം, ഇസ്ലാം കൂടെ പഠിക്കാൻ അനുവദിക്കണം എന്നുള്ള ഉറപ്പിൽ ആതിരയെ അച്ഛനന്മാരോടൊപ്പം വിട്ടു. അപ്പോഴും തിരിച്ചു കിട്ടിയെന്ന് പറയാനാവില്ല, ഈ വിഷം തലക്കിടപ്പുണ്ട്. ആ സമയത്താണ് ഭാഗ്യം പോലെ ആർഷവിദ്യാ സമാജത്തിലേക്ക് വരാനുള്ള അവസരമുണ്ടായത്. അവിടെ പർദ്ദയും ഹിജാബും അണിഞ്ഞ് മുസ്ലിം വനിതയായിട്ട് ആർഷവിദ്യാ സമാജത്തിൻ്റെ വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് ഇടതുകാൽ ചവിട്ടി, വലതുകാലല്ല ഇടതുകാൽ ചവിട്ടി, ഇതൊക്കെ എല്ലാം കാഫറുകളുടെ ഈ സ്ഥലമെല്ലാം മുടിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അറബിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ആതിര 20-25 ദിവസങ്ങൾക്കുള്ളിൽ ചന്ദനക്കുറി തൊട്ട് ഹിന്ദു സ്വാഭിമാനി യുവതിയായിട്ട് മാറി. അത് മാത്രമല്ല, ആരും ചെയ്യാത്ത തരത്തിലുള്ള ധൈര്യം അവൾ കാട്ടി. അവളുടെ 23-ാം ജന്മദിനം അല്ലേ, 23-ാം ജന്മദിനത്തിൽ അച്ഛനെയും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തിരുത്തിക്കൊണ്ട് പ്രസ് കോൺഫറൻസ് വിളിച്ചു. ധാരാളം സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാമിലേക്കും പോയാൽ സാക്ഷ്യം പറച്ചിലുകാരുണ്ട്. നമുക്കെതിരെ പറഞ്ഞ് അവരിലേക്ക് ആളം കൂട്ടാനുള്ള സാക്ഷ്യം പറച്ചിലുകാരുണ്ട്. തൻ്റെ അനുഭവം പത്രക്കാരന് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ എല്ലാവരും ഓടി വന്നു, പത്രക്കാരിൽ ഓടി വന്നു. കാരണം ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസ് വന്നു, വലിയ വിവാദമായതാണ് ആതിര ഐഷയായ സംഭവം, വേറെന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി എല്ലാ പത്രക്കാരും ഓടി വന്നു. TV ചാനലുകളെല്ലാം തുറന്നു വെച്ചു. ആതിര സംസാരിക്കാൻ തുടങ്ങി. ആതിര ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് താൻ ആയിഷയായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. അപ്പോഴെല്ലാം അവർ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. സത്യം ബോധ്യപ്പെട്ട് ആയിഷ എന്ന് പറഞ്ഞ കുട്ടി ആതിരയായി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ TV ചാനലുകൾക്ക് ഓഫ് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ സന്തോഷം, അങ്ങോട്ട് വന്നാൽ അത് വേണ്ട, ഞങ്ങൾക്ക് ആ വാർത്ത വേണ്ട. ജനൻ TV മാത്രം അത് തുടർന്നു. ഇന്നും അതുണ്ട്. അപ്പോൾ ഇവർ വളരെ പ്രസ്റ്റീജായിട്ട് കണ്ടിരുന്ന ഒരാളാണ് ആതിര. കാരണം ആതിരയുടെ കത്തുണ്ടല്ലോ, 22 പേജുള്ള കത്ത്, ഇന്നും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാറ്റാൻ വേണ്ടി അച്ഛനും അമ്മയ്ക്ക് എഴുതി വെച്ച കത്ത് ഇന്നും മതപരിവർത്തന ശക്തികൾ ആയുധമാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മതം മാറ്റാൻ വേണ്ടി. ആയിഷ ആതിരയായിട്ട് മാറി, പക്ഷെ അവരുടെ പ്രചരണം മാറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ വളരെ പ്രതീക്ഷയോട് കണ്ട ആയിഷ എന്നവർ വിളിച്ച ആതിരയായി തിരിച്ചു വരുന്നു. ഇസ്ലാമിൻ്റെ കുഴപ്പങ്ങൾ പറയുന്നു, സനാതനത്തിന് മഹത്വം പറയുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് ആർഷവിദ്യാ സമാജം തകർക്കാനുള്ള നിരവധി ഗൂഢാലോചനകളും കള്ളക്കേസുകളും ഏകപക്ഷീയ മാധ്യമ വിചാരണകളൊക്കെ ഉണ്ടായി. അതെല്ലാം അതിജീവിച്ച് നമ്മൾ വീണ്ടും വന്ന് നമുക്ക് അവരുടെ നന്ദിയാണുള്ളത്. കാരണം ആരും അറിയപ്പെടാതിരുന്ന ആർഷവിദ്യാ സമാജത്തെ ലോകത്തിലെല്ലാം എത്തിച്ച് നമുക്കെല്ലാവരോടും നന്ദിയുണ്ട്. മീഡിയ വണ്ണിനോടും മാധ്യമ ദിനപത്രത്തോടും ഒക്കെ വളരെയേറെ നന്ദിയുണ്ട്. കാരണം അത്രയും പ്രചാരം നമുക്ക് നേടിക്കൊടുത്തു. നമുക്ക് ഇത്രയും വലിയൊരു പരസ്യം തന്നതിന് ഇന്നും നന്ദി പറയുന്നവരോട്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ പല കഥകളുണ്ട്. അതുപോലെ അടുത്ത ആളാരാണ്, ഇവിടെ വന്നവരുടെ കാര്യം പറയാം. ഡോക്ടർ അനഘ ഹിന്ദിയിലും തമിഴിലുമൊക്കെ ഉള്ള ഡോക്ടർ അനഘയുടെ സംഭാഷണം വളരെ വൈറലായിരുന്നു. യൂട്യൂബ് ചാനലുണ്ട്, പ്രഭാഷണമുണ്ട്. അനഘയുടെ അനുഭവം പറയും. ഡോക്ടർ അനഘ ഇതുപോലെ 6 വർഷക്കാലം ഇസ്ലാം ഭ്രാന്തുമായിട്ട് അയ്മ അമീറ, പേര് തന്നെയല്ലേ, അയ്മ അമീറ എന്ന പേരിൽ ഇസ്ലാം വനിതയായിട്ട് ജീവിച്ച കുട്ടിയാണ്. അവളുടെ അനുഭവങ്ങൾ പറയും. അതുപോലെ ശ്രീദേവി, ഇപ്പോൾ നല്ല മനോഹരമായ പാട്ടുപാടി, ഭക്തി നിറഞ്ഞ പാട്ടുപാടിയ ശ്രീദേവി പല ആശ്രമങ്ങളിലും പല പ്രമുഖ ആശ്രമങ്ങളിലും ഒക്കെ പോയതാണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അവരുടെ ഉപദേശങ്ങൾക്കൊന്നും മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള തീവ്ര മനസ്ഥിതിയായിരുന്നുള്ളത്. അനുഭവങ്ങൾക്കുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഇവരുടെയൊക്കെ അനുഭവങ്ങളുണ്ട്. നിങ്ങളത് വായിക്കണമെന്ന് മാത്രമല്ല കുട്ടികളെ കൂടി വാങ്ങിക്കണം.
നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രാമായണവും മഹാഭാരതവും അത് പുണ്യകൃതികളാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ സമരങ്ങൾ കൂടി രേഖപ്പെടുത്തുന്ന കൃതികളാണ്. ഇത് രാമായണവും മഹാഭാരതവും പോലെ പുണ്യകൃതിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ ശത്രുക്കൾക്കെതിരെ എങ്ങനെ പോരാട്ടം നടത്തണമെന്ന് പഠിപ്പിക്കുന്ന കൃതികളാണ്. അതുകൊണ്ട് ഇതിനും പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഇവരുടെ എല്ലാം അനുഭവങ്ങളുണ്ട്. അതുപോലെ ഒരിക്കൽ എൻ്റെ സഹപ്രവർത്തകനായ ഒരു അധ്യാപകൻ സുജിത്ത് എനിക്കൊരു ഫോട്ടോ കൊണ്ടുവന്നു. ഈ പെണ്ണ് വളരെ അപകടകാരിയായ ജിഹാദി മൈൻഡ് സെറ്റായിട്ട് മാറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോ നോക്കുമ്പോൾ വീഡിയോ ആണ് കാണിച്ചത്. മുഖമൊന്നുമില്ല, മൊത്തം ചാക്കിൽ മൂടിയൊരു പെണ്ണ്. പക്ഷെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കണ്ണ് മാത്രമാണ്. ഒരു പെണ്ണിങ്ങനെ ഒരു അധികം വണ്ണമൊന്നുമില്ലാത്ത പൊക്കം കൂടിയ ഒരു നീളമുള്ള പെണ്ണിങ്ങനെ ഇങ്ങനെ നടക്കുന്നു. പറയാണ് ശ്രീലക്ഷ്മി എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. അതിഭീകരമായ മാനസികാവസ്ഥ. അച്ഛനോട് തർക്കിക്കുന്നു, ഇസ്ലാം വനിതയായിട്ട് മാറിയിരിക്കുന്നു. എല്ലാ രീതിയിലും കടുത്ത ഇസ്ലാം ഭ്രാന്താണ്. ഹിന്ദു ധർമ്മത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് വെല്ലുവിളിക്കുന്നു. അപ്പോൾ നമുക്ക് രസകരമാണ്, വെല്ലുവിളി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന്, ആ കുട്ടിയാണ് നമ്മുടെ ശ്രീലക്ഷ്മി. അതൊരു കൃഷ്ണപ്രിയ. കഴിഞ്ഞ ദിവസം ഡിസംബർ 16 അല്ലേ, രണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരേ സമയം പോകാൻ കഴിഞ്ഞ, ഒരു ദിവസം തന്നെ പോകാൻ കഴിഞ്ഞ കുട്ടിയാണ് കൃഷ്ണപ്രിയ. അവിടെ ഞങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് പോകണമെന്ന് വാശി പിടിച്ച കുട്ടിയാണ്. ആ കുട്ടി നമ്മുടെ ഇപ്പോൾ അഭിമാനമായിട്ട് നമ്മുടെ കൾച്ചറൽ മിഷൻ ടീമിലൊക്കെ ഉണ്ട്. അതുപോലെ ഗായത്രി, ശ്വേത, കൈബുക്ക്, അശ്വതി, അതുപോലെ അമയ, ഇത്രയും പേരൊക്കെ വന്നിട്ടുള്ളൂ. കുറേ പേരൊക്കെ വരാനുണ്ട്. അവർക്കൊക്കെ പറയാൻ നിരവധി അനുഭവങ്ങളുണ്ട്. ഞാൻ അനുഭവങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം സേഫാണെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ. പക്ഷേ ഏത് സമയവും നമ്മുടെ തലയ്ക്ക് മുകളിൽ പതിച്ചേക്കാവുന്ന രീതിയിൽ ഡെമോക്ലീസിൻ്റെ വാളെന്ന് പറയും, അതുപോലെയാണ് ഈ കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം വരുന്നത് വരെ ഇവരുടെ മാതാപിതാക്കൾ പോലും കരുതിയില്ല, അവരുടെ അച്ഛനും അമ്മയും കരുതിയില്ല ഞങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ വരുമെന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. നമുക്ക് ഭ്രാന്ത് പിടിച്ച ഒരാളെ ചികിത്സിക്കാൻ ആശുപത്രിയുണ്ട്. രോഗം വന്നാൽ, അപകടം വന്നാൽ കൊണ്ടുപോകാൻ ആശുപത്രികളുണ്ട്. മയക്കുമരുന്ന് പിടിപെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. പക്ഷെ ഇതുപോലുള്ള ആശയങ്ങൾ തലയ്ക്ക് പിടിച്ച് മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിന് തന്നെ എതിരായ പാതയിലേക്ക് പോകുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നറിയാതെ കരയുന്ന പതിനായിരങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്കൊരു അഭയകേന്ദ്രമുണ്ടെന്നുള്ള തിരിച്ചറിവ് തിരിച്ചു വന്ന് അവർ തന്നെ പറയുമ്പോൾ അത് അവർക്ക് ബോധ്യപ്പെടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവരിതൊക്കെ പറയുന്നത്. അല്ലാതെ പ്രമോഷന് വേണ്ടിയോ നമ്മൾ പ്രശംസയോ സഹതാപമോ ഒന്നും പ്രതീക്ഷിക്കാതെ, നിന്ദയോ സ്തുതിയോ ഒന്നും കാര്യമാക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അപമാനിച്ചാലും കുഴപ്പമില്ല, പരിഹസിച്ചാലും കുഴപ്പമില്ല, അംഗീകരിച്ചാലും പ്രശ്നമില്ല, അങ്ങനെ ജീവിക്കുന്നവരാണ്. പക്ഷെ ഇത് കുറേ പേർക്ക് കണ്ണു തുറപ്പിക്കുന്ന അനുഭവങ്ങളായി മാറുന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ അനുഭവങ്ങൾ ചിലത് മാത്രം പറയാനായിട്ട് ഈ വേദി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ചുറ്റുമുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുക. 2, ഒരിക്കലും നിരാശപ്പെടരുത്. മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. ഇതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മരുന്നില്ലാതെയല്ല, മരുന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. അത് എല്ലായിടത്തും എത്തിക്കാനുള്ള വിവേകം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഇവരെ അവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. വരുന്ന ഓരോരുത്തരും പറയുന്നത് ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള എല്ലാത്തരം ചോദ്യങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഒരു ദിവസം 10 ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതിന് മറുപടി കൊടുത്ത് തീയിൽ കുരുത്ത് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ആർഷ വിദ്യാസമാജം. അതുകൊണ്ട് അതിനും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അവരുടെ അനുഭവങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. നന്ദി, നമസ്കാരം.